ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു. 2 തക്കാളി ചെറുത് ചതച്ച് പ്യൂരിയായിട്ട് വെച്ചിരിക്കുന്നു. സവാള 2 ഇടത്തരം സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, മല്ലിയില, കറിവേപ്പില, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് അതാത് സമയത്ത് പറയാം. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് ആവശ്യം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. ഇത്തിരി നെല്ലുമ്മി അവിടെ സമാധാനപ്പെട്ട് ഞാൻ ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കുക. മൂത്ത് ഇളം മഞ്ഞ നിറമാകുമ്പോൾ തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കുക. പച്ച തക്കാളി തന്നെ മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. വേവിക്കൊന്നും വേണ്ട. നല്ലപോലെ ഇട്ട് മൂപ്പിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. ഇത്രയും ഇട്ട് നല്ലവണ്ണം മൂപ്പിക്കുക. പൊടികളുടെയും മസാലയുടെയും പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കുക. തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. ഇതിൻ്റെയും മസാലയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഇളക്കുക. ഉപ്പ് നോക്കി ഉപ്പും ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറഞ്ഞാൽ പിന്നെ വിടാം.
ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. മുട്ടക്കറി ഇവിടെ നല്ലവണ്ണം കുറുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കുറുക്ക് വേണ്ടത് അത്രയും കുറുക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പം ഇത്രയും കുറുക്കിനാണ് എടുക്കുന്നത്. ഇനി കഴുകി വച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. 4 മുട്ടയും ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഈ മുട്ടകളെല്ലാം കറിയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പുകൾ മുട്ടയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പം മസാല മൊത്തം അതിൽ കയറും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. കറി ഇപ്പം നല്ല കുറുകിയ രൂപത്തിലാണ് ആയിരിക്കുന്നത്. ഇനി മുട്ട ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം. ഇപ്പുറത്തെ സൈഡിലും കൂടി അരപ്പ് കയറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നേരം കൂടി നല്ലവണ്ണം തീ കുറച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം അടച്ച് വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ല മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും പാചകം ശരിക്കും അറിഞ്ഞുകൂടാത്തവർക്കും എല്ലാം പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ പപ്പടം പൊരിച്ചതും ഒരു ഉള്ളിയുടെ ഒരു സാലഡും ഉണ്ടെങ്കിൽ ചോറ് നല്ല രുചിയായിട്ട് കഴിക്കാം. ഉപ്പും എരിവും എല്ലാം നോക്കി നിങ്ങളുടെ പാകത്തിന് എത്രയാണോ എന്ന് ഇട്ട് കൊടുക്കാം. ഞാനിട്ട ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇനി ഇച്ചിരി നേരം അടച്ചു വെച്ച് തിളപ്പിക്കണം. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. മുട്ടക്കറി എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കമൻറ്റ് എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. ഇന്നൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെയും ബൈ.